ചാരിറ്റിയുടെ മറവിൽ ഇടുക്കി കഞ്ഞിക്കുഴിയിലെ പ്രമുഖ സംഘടന ആംബുലൻസ് സർവീസ് വഴി സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതായി ആരോപണം. എല്ലാവർക്കും പ്രയോജനപ്പെടും വിധത്തിലാണ് സർക്കാർ അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെടുത്തി ആംബുലൻസുകൾക്ക് നികുതി ഇളവ് നൽകിയിരിക്കുന്നത്. എന്നാൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് കഞ്ഞിക്കുഴിയിലെ ആംബുലൻസുകൾ. കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴിയിൽ നിന്ന് നിർധന കുടുംബം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയപ്പോൾ രോഗിയെ എത്തിച്ചതിന് ഒരു സംഘടനയുടെ ആംബുലൻസ് 2000 രൂപ വാങ്ങിയതായാണ് വിവരം. സംഘടനാ നേതാവിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടപ്പോൾ വാഹനം വാങ്ങുന്നതിന് സർക്കാരിൽ നിന്ന് മറ്റ് ഇളവുകൾ ലഭിക്കുന്നില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ടാക്സ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ നൽകിയാണ് ഓരോ ആംബുലൻസിനും സർക്കാർ പെർമിറ്റ് നൽകിയിരിക്കുന്നത്. കഞ്ഞിക്കുഴിയിലെ ആംബുലൻസ് ഡ്രൈവർമാരുടെ കൊള്ളകളെക്കുറിച്ച് നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇങ്ങനെ. സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന കഞ്ഞിക്കുഴി പോലുള്ള പ്രദേശത്തിൽ ആംബുലൻസുകൾക്ക് അമിത കൊള്ള നടത്തുന്നുവെന്ന് പരക്കെ പരാതി ഉയരുന്നുണ്ട്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കേണ്ട സംഘടനകളുടെ പോലും ആംബുലൻസുകൾക്ക് അമിതമായ കൂലി ഈടാക്കിക്കൊണ്ട് സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ്. ഇത് പിൻവലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുൻപും കഞ്ഞിക്കുഴിയിലെ ആംബുലൻസ് ഡ്രൈവർമാർ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗവും ആദിവാസികളും കർഷകരും നിർധരരുമാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്താനുള്ള സംവിധാനം ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായാണ് പരാതി. ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.